പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗീ റൈസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റൈസ് കുക്കറിലെ പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അത് ചൂടാവുമ്പോൾ ഇഷ്ടാനുസരണം നെയ്യും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കയ്യിലുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴരണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അരിക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് എടുത്തിട്ടുള്ളത്. അരി കുതിർക്കാതെ ഡയറക്റ്റ് കഴുകിയതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, ചൂടുവെള്ളമല്ല, പച്ചവെള്ളം. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്ന രീതിയിൽ നമ്മൾ എത്ര അരിയാണോ എടുത്തിട്ടുള്ളത് അതിന് കണക്കിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അരമുറി ചെറുനാരങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വെക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലായിട്ടുണ്ടാവും. വെള്ളം നന്നായി വറ്റാൻ പാടില്ല, എന്നാൽ വറ്റുകയും വേണം, ഈ ഒരു പരുവം. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ ഇതുപോലെ അടച്ചു വെക്കണം. 1 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മളിനി തുറക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ 1 മണിക്കൂർ ശേഷം തുറക്കാൻ പോവുകയാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല പെർഫെക്റ്റ് ആണ്, ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, കട്ട കെട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമുക്ക് വെള്ളത്തിൻ്റെയോ വേവിൻ്റെയോ ഒന്നും പ്രശ്നം ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണിയൻസും കാഷ്യൂസും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, അടിപൊളിയാണ്.